അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ട്രിപ്പ്, ബാലി ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പിന്നെ നാട്ടിൽ ചെന്നിട്ടുള്ള നമ്മുടെ ഒരു 1.5 മാസത്തെ ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പെരുന്നാളിൻ്റെയും നമ്മുടെ ക്രിസ്മസ് കരോളിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസ് ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. അങ്ങനെ ഞങ്ങൾ താമസിച്ച സെൻട്രൽ ബാലിയിലെ റൂമാദേശം എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കണ്ടു. ഇവിടെ ഏതൊക്കെ ഫ്രൂട്ട്സാണ് അവൈലബിൾ എന്ന് ചുമ്മാ നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് മാർക്കറ്റും കാണാം. പനിഞ്ഞ ചാമ്പയുണ്ട്, റംബൂട്ടാൻ, മാൻഡ്രിൻ, പലതരത്തിലുള്ള മാങ്ങ, വാട്ടർമെലൺ. കൊള്ളാം. എന്തായാലും 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ വല്ല മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി ഇവിടുത്തെ മാങ്ങേൻ്റെ രുചിയൊക്കെ എന്തുണ്ടെന്ന് അറിയാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമുക്കത് കഴുകാനും മുറിക്കാനുള്ള വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി യാത്ര തിരിച്ചു. വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചെറിയൊരു ഞാൻ അങ്ങോട്ട് കയറി. Chicken. Okay. And then tempe. Tempe is Indonesian food. Okay. And then this one is tofu. Tofu. And then egg. And then some. It's spicy. Spicy. Okay. And is this what kind of is it Balinese or Indonesian? It's Japanese food. Japanese food. Yes, it's Surabaya food. Okay. Okay. Thank you. ജാപ്പനീസ് ഫുഡാണ് പറഞ്ഞാൽ ചിക്കൻ, റൈസ്, നൂഡിൽസ്, ടാമ്പേ, പിന്നെ ടോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ, പിന്നെ സ്പൈസി വേണമെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇതില്ലേ നല്ല എരിവാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എരിവുള്ളത്. അതൊന്ന് ആ എരിവ് നല്ല എരിവുണ്ടത്. അല്ലേ എല്ലാം തിരിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഡിപ്പോസിറ്റൊക്കെ തിരിച്ചു വന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈം. ബൈ. അങ്ങനെ ബാലിയിൽ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. ഇതിലെന്താ കയറണ്ടല്ലേ? അങ്ങനെ നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. സാധാരണ ഒരു ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് നേരെ മറിച്ച് വളരെ സന്തോഷമായിരുന്നു. 3-4 മാസത്തെ കോൺട്രാക്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ബാലിയിൽ 3-4 ദിവസം 2-3 ദിവസം സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിൽ പോകാൻ, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, ഫാമിലി എല്ലാം കാണാം എന്നുള്ളതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൻ്റെ അകത്തൊക്കെ ക്രിസ്മസ് സമയമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ക്രിസ്മസ് ട്രീസും ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ ചെക്കിനിലേക്ക് നടന്നു. ഇനി 4-4.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂരിൽ നിന്ന് അനിയൻ ചെറുക്കൻ കൂട്ടാൻ വരും. ഇനി പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ആയതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. കരോളിൽ പോവാം, പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും ജാനുവരിയിലൊക്കെ ആയിട്ട്. പിന്നെ കൊയ്ത്ത് നടക്കുന്ന സമയമാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 5 മണിയല്ല 12:30-1 മണി ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. പിന്നെ അനിയൻ ചെറുക്കൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഗുണ്ടൽപേട്ട വന്നൊന്ന് പോസ്റ്റ് ആയതിനു ശേഷം നേരെ മുത്തങ്ങ എത്തി. അപ്പോൾ സാധാരണ നമ്മൾ മുത്തങ്ങ പോകുന്ന സമയത്ത് കാണാറുള്ള മയിലുകളും മാനുകളൊക്കെ ഒരുപാട് നിൽക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ തൊട്ടടുത്ത് മുത്തങ്ങ തന്നെ നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള, നിങ്ങൾ ഈ വയനാട് താമസിക്കുന്ന അല്ലെങ്കിൽ ബത്തേരി ഭാഗത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും, നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലമുണ്ട്. അങ്ങനെ കൊതി മൂത്ത് പൊറോട്ടയും ബീഫെല്ലാം വാങ്ങി നല്ല അടിച്ച 2 ചായയും വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് നമ്മുടെ പറമ്പിൽ അടയ്ക്ക പറിക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. എങ്ങനെയെങ്കിലും പറമ്പിലൊക്കെ വരാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോന്നു.
പിന്നെ ഞാൻ വന്നപ്പോഴത്തേനും കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചുമ്മാ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചാൽ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. നാട്ടിലുണ്ടാകുന്ന സമയത്ത് പാടത്തും പറമ്പിലൊക്കെ ആണ് ഞാൻ കൂടുതൽ ടൈം ഉണ്ടാവാറ്. എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണിത്. ഇനി ഇതിപ്പോൾ റോളാക്കും. ഇതിപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഈ കച്ച കൊണ്ടുപോയിട്ട് ഇതാക്കുമെന്നല്ല. നിങ്ങൾ ട്രാക്ടറൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിനെ റോളാക്കണം. റോളാക്കിയിട്ട് നമുക്ക് പശുവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുക. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളെല്ലാം കരോളിനിറങ്ങി. ഞങ്ങളുടെ ഗ്രാമത്തിൽ കരോളിനിറങ്ങുക എന്ന് പറയുന്നത് മക്കളും അമ്മമാരും, അതായത് ഫാമിലി മൊത്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പല ഭാഗത്തും ഇങ്ങനെയൊന്നും കാണാറില്ല. പിന്നെ മുളക് പൊറിയുടെ സീസണായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊറിയും ഈ അടയ്ക്കേൻ്റെ ബാക്കി ഇനി അടയ്ക്ക പറിക്കാനുള്ള സംഭവം, നമ്മൾ ഈ കൊയ്ത് നെല്ലെല്ലാം ഒക്കലിട്ട കഴിഞ്ഞ നെല്ലെല്ലാം അതെല്ലാം പറക്കി എടുത്ത് വെക്കലും, പിന്നെ അമ്പലത്തിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാം പല സമയത്തെടുത്ത വീഡിയോ കേട്ടോ. ഒരു ദിവസത്തിലല്ല, പല ദിവസങ്ങളിൽ, ഒരു മാസത്തിൽ പല ദിവസങ്ങളിൽ എടുത്താണ്. അങ്ങനെ സന്തോഷത്തോടെ ഉള്ളൊരു ഹോളിഡേ ആയിരുന്നു. 1.5 മാസം നാട്ടിലുണ്ടാവും. ഇനി തിരിച്ച് ഓസ്ട്രേലിയ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.